ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമ കമ്പം ചാനലിലേക്ക് സ്വാഗതം. സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ സ്ത്രീകളെക്കാൾ മിടുക്ക് കാണിച്ചത് ഒരുപക്ഷെ പുരുഷന്മാർ തന്നെയായിരിക്കും. ഫ്രഞ്ച് ചലച്ചിത്രകാരനായ ബർഗ്മാനും സ്പാനിഷ് ചലച്ചിത്രകാരനായ പെഡ്രോ അൽമഡോവറൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ അവയുടെ സങ്കീർണത കൊണ്ടും ആഴം കൊണ്ടും ലോകപ്രശസ്തമാണ്. നമ്മുടെ മലയാളത്തിലും ഒരുപാട് നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. KG ജോർജിന്റെ ആദാമിന്റെ ഭാര്യയിലും മറ്റൊരാളിലുമെല്ലാം തന്നെ സാമ്പ്രദായിക രീതികളിൽ നിന്നും വ്യത്യസ്തമായ സ്ത്രീ കഥാപാത്ര സൃഷ്ടിയാണ് നടത്തിയിരിക്കുന്നത്. പത്മരാജന്റെ സിനിമകൾ എടുത്തു നോക്കിയാലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തായിട്ട് കാണാൻ പറ്റും. എന്നാൽ അദ്ദേഹം രണ്ടു തരം സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒന്ന്, സാധാരണ സ്ത്രീകൾ, ഭാര്യയും മകളും അമ്മയുമായ സ്ത്രീകൾ, കുടുംബത്തിൻ്റെയും ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ ഇടയിൽ ജീവിക്കുന്ന സ്ത്രീകൾ. എന്നാൽ രണ്ടാമത്തെ വിഭാഗം കരുത്തരായ സ്ത്രീകളാണ്. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. സ്വന്തം ജീവിതം സ്വയം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിന്റെ പുതിയ വഴികൾ തേടുന്നതിനും ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതിനുമൊക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ. അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളിലും ഇങ്ങനെയുള്ള സ്ത്രീകളെ കാണും. തൂവാനത്തുമ്പികളിലെ ക്ലാരയും ഒരു ദേശാടന കിളി കരയാറില്ല എന്ന സിനിമയിലെ സാലിയും ഇത്തരത്തിലുള്ളവരാണ്. നവംബറിന്റെ നക്ഷത്രത്തിലെ മീര, ഇതാ ഇവിടെ വരെയിലെ അമ്മിണി, കൂടെവിടയിലെ ആലിസ്, ഇവരെല്ലാം തന്നെ ശക്തമായ സ്വാതന്ത്ര്യം കൊതിക്കുന്ന, സ്വന്തമായ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്. തങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റാരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവരാണ്. ധീരരാണവർ, അതുകൊണ്ട് തന്നെ ശക്തരുമാണ്. കൂടെവിടയിലെ ആലിസ്, മാത്യൂസിനോടുള്ള പ്രണയം അവളുടെ ഉള്ളിൽ തീവ്രമാണെങ്കിൽ പോലും ഒരു തീരുമാനം എടുക്കേണ്ടിടത്ത് അവൾ സ്വതന്ത്രമായി തന്നെ ചിന്തിക്കുന്നു. മാത്യൂസിന്റെ പെട്ടെന്നുള്ള നിയന്ത്രിക്കാനാവാത്ത കോപവും സ്വന്തമാക്കാനുള്ള അമിതമായ ആഗ്രഹമെല്ലാം തന്നെ തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് അയാളോട് നോ എന്ന് പറയാൻ പിന്നീട് ഒന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇതിലും തീവ്രമാണെങ്കിലും വ്യത്യസ്തമാണ് നവംബറിലെ നഷ്ടത്തിലുള്ള മീരയ്ക്ക് ദാസിനോടുള്ള പ്രണയം. ആ പ്രണയം ഒരു അപകടകരമായ ഒന്നാണെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് അതിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. എന്നാൽ തൻ്റെ ജീവിതത്തെ തകർക്കുന്ന വഴിയിലേക്ക് ആ പ്രണയം മാറിയപ്പോൾ അവൾ ദാസിനെ ഇല്ലായ്മ ചെയ്യുകയാണ്. എന്നാൽ തൂവാനത്തുമ്പികളിലെ ക്ലാര ഇതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമാണ്. തൂവാനത്തുമ്പികളിലെ ക്ലാര ഇതുപോലെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ജീവിതത്തെ ആസ്വദിക്കാനും തൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്നവളാണ്. ഏതായാലും നശിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ജീവിതം ആസ്വദിച്ച് നശിച്ചുകൂടെ എന്നാണ് അവളുടെ ചോദ്യം. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന പുതിയ കാലത്തിൻ്റെ പ്രതിനിധിയാണ് ക്ലാര എന്നത്. സമൂഹം എന്ത് കരുതുന്നത് അവൾ പ്രശ്നമാക്കുന്നതില്ല. തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും ഒക്കെയാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന ജോലി തിരഞ്ഞെടുക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നതെങ്കിലും അവൾ അതിൽ ദുഃഖിതയല്ല. എല്ലാവരോടും ആരോഗ്യകരമായ ഒരു ബന്ധം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവളാണ് ക്ലാര. എന്നാൽ അവൾ ഒറ്റയ്ക്കുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവളെ വിവാഹം കഴിക്കണമെന്ന ജയകൃഷ്ണന്റെ ഇഷ്ടത്തിന് എതിര് പറയാതെ പതുക്കെ അയാളിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത്. പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നത് ഒരു ഗ്രേ ഷെയ്ഡിൽ മാത്രം അതുവരെ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയിൽ ക്ലാരയിലൂടെ അതിനൊരു റൊമാൻറ്റിക് രൂപം കൊടുക്കുകയാണ് പത്മരാജൻ ചെയ്തത്. ഇതാ ഇവിടെ വരെയിലെ അമ്മിണിയും ഒരു ശക്തമായ കഥാപാത്രം തന്നെയാണ്. പ്രണയത്തിന്റെ എടുത്തുചാട്ടത്തിലൂടെ ഗർഭിണിയായ അമ്മിണി തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായ കാമുകൻ തന്നെ സ്വീകരിക്കാമെന്ന് അവസാനം പറയുമ്പോൾ എൻ്റെ പട്ടി വരും നിങ്ങളുടെ കൂടെ എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം അമ്മിണി കാണിക്കുന്നുണ്ട്. എപ്പോഴും ഒരു റിബൽ മനോഭാവം സൂക്ഷിക്കുന്നവളാണ് സാലി. അവൾക്ക് നിമ്മിയോടുള്ള അടുപ്പം അഗാധമാണ്. അതൊരു നിഷ്കളങ്കമായ സ്നേഹത്തിനും അപ്പുറം ആ അടുപ്പത്തിന് പല തലങ്ങളുമുണ്ടെന്ന് നമുക്ക് ആ സിനിമ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അതേസമയം നിമ്മിക്ക് സാലിയോടുള്ളത് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വിധേയത്വമാണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ആദ്യമായി ഒരു ലെസ്ബിയൻ പ്രണയം കാണാതെ കാണിച്ചു വെച്ച, പറയാതെ പറഞ്ഞു വെച്ച ഒന്നാണ് ഒരു ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രം. ഇങ്ങനെയുള്ള കരുത്തുറ്റ കഥാപാത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് അദ്ദേഹത്തിന്റെ മറ്റു പല സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ. തൂവാനത്തുമ്പികളിലെ രാധയും, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലെ സോഫിയയും, ഞാൻ ഗന്ധർവ്വയിലെ ഭാമയുമെല്ലാം തന്നെ സാധാരണ ഓർത്തഡോക്സ് രീതിയിൽ ചിന്തിക്കുന്ന, ആ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്. അവർക്ക് ഒരു ഇണയുടെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ തണൽ അത്യാവശ്യമാണ്. ഒരു കുടുംബത്തിന്റെ സംരക്ഷണത്തിൽ ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കാമുകിയായും പിന്നെ ഭാര്യയായും അമ്മയായും
ഇവിടുത്തെ ഒരു സാധാരണ സ്ത്രീ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരെല്ലാം തന്നെ. ക്ലാരയിൽ നിന്നും സാലിയിൽ നിന്നും ആലീസിൽ നിന്നെല്ലാം തന്നെ ഈ കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഇവരുടെ വൈകാരിക തലങ്ങളെല്ലാം തന്നെ ഒന്നു തന്നെയാണ്. രാധയെയും നിമ്മിയെയും സോഫിയയെയും ബാമയെയും എല്ലാം ആ വൈകാരിക തലങ്ങളാണ് അവരെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ക്ലാരയും ആലീസും എല്ലാം തന്നെ ആ വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ്. തങ്ങളുടെ ജീവിതത്തെ വൈകാരികതയുടെ എടുത്തുചാട്ടത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞവരാണ് അവരെല്ലാം തന്നെ. ഈ സ്ത്രീകളെല്ലാം തന്നെ മലയാള ജീവിതത്തിന്റെ പുതിയ കാലത്തിന്റെ പുതിയ സ്ത്രീകളാണ്. സ്വയം വ്യക്തിത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, പ്രായോഗിക മതികളായ ഇന്നത്തെ സ്ത്രീകളുടെ ചിത്രം കാൽ നൂറ്റാണ്ടിന് മുമ്പുള്ള പത്മരാജന്റെ സിനിമകളിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാനാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ നമസ്കാരം.